മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി മരിക്കാതെ ജീവനോടെ തിരിച്ചു വന്നതിന് ശേഷം സീമന്തിനി അമ്മായിക്ക് മഞ്ജുവിനെ തീരെ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി കമലേശ്വരം തറവാട്ടിലേക്ക് തന്നെ ബന്ധം ഉപേക്ഷിച്ച് കൊണ്ടുവന്നാക്കാനാണ് മോനോടും അച്ഛനോടും പറയുന്നത്. അവർ രണ്ടാളും കേൾക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ മഞ്ജു ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ എന്നുള്ള വാശിയിലാണ് അവർ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മഞ്ജുവിൻ്റെ പോക്കും വരക്കും ഒന്നും ശരിയായ രീതിയിലല്ലെന്ന് സീമന്തിനി അമ്മായിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ആരെയോ കാണാനാണ് പോകുന്നത്. കാരണം പലതവണയായിട്ട് സീമന്തിനി അമ്മായി മേഘനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം സന്തോഷകരമാണോ? മഞ്ജു നിന്നെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. വർത്തമാനത്തിലായാലും പെരുമാറ്റത്തിലായാലും ഞാനൊന്നും എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരക്കി അത് ചെയ്തു കൊടുക്കുക എന്നത് എൻ്റെ കർത്തവ്യമായിരുന്നു. മഞ്ജു മേഘനായിട്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. തനിക്ക് സപ്പോസ് വയ്യാണ്ടായി കഴിഞ്ഞാൽ പോലും മേഘൻ പട്ടിണി കിടക്കത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിക്കും. അല്ലാതെ മേഘനായിട്ടൊന്നും മഞ്ജു വെച്ച് കൊടുക്കത്തുമില്ല. എന്നാൽ അതും പോട്ടെ, അടുക്കള ജോലി വേണമെങ്കിൽ ഭർത്താവിന് ചെയ്യാമല്ലോ. പക്ഷേ ഭർത്താവെന്ന നിലയ്ക്ക് അവനോടൊരു സ്നേഹത്തോടെ സംസാരിക്കുന്നതൊന്നും സീമന്തിനി അമ്മായിയോ സ്വാതിയോ വാമനോ ഒന്നും കാണുന്നില്ല. എപ്പോഴും മേഘൻ എന്തു പറഞ്ഞാലും അതിന് തർക്കത്തരവും തറുതലയും പറയാൻ മാത്രമേ മഞ്ജു വാ തുറക്കാറുള്ളൂ. അതൊന്നും സീമന്തിനി അമ്മായിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച ശ്രീധന ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെന്തിനവളുടെ വാക്ക് കേൾക്കണം? അവളെ പ്രതീക്ഷിച്ചാണ് തൻ്റെ മകളെ നല്ലൊരു നിലയ്ക്ക് കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് സീമന്തിനിയും വാമനും സ്വപ്നം കണ്ടിരിക്കുന്നത്. അത് നടക്കാത്തതിൻ്റെ കലിയാണ് അവർക്ക് മഞ്ജുവിനോടുള്ളത്. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമ്മുടെ മഞ്ജു ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാഗർ കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് വരുന്നത്. അത് കണ്ടിട്ടാണെങ്കിൽ രാവിലെ കൊച്ചമ്മ എങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി പോന്നേന്ന് സീമന്തിനി കലിയോടെ മഞ്ജുവിനോട് ചോദിക്കുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് മേഘനും അടുത്ത് നിൽപ്പുണ്ട്. ഇന്നെന്താ നിൻ്റെ കല്യാണം വല്ലതും ആണോ? സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഒരു മുല്ലപ്പൂവിൻ്റെ കുറവുണ്ട്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, അത് സാരമില്ല, ഞാൻ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ വെച്ച് കുറച്ച് മുല്ലപ്പൂ മേടിച്ച് തലയിൽ അങ്ങ് ചൂടിക്കോളാം എന്ന് തിരിച്ച് കൊള്ളിച്ച് പറയുന്നു. അത് കേട്ടിട്ട് സീമന്തിനി അമ്മായിക്ക് കലിയാകുന്നു, തറുതല പറയുന്നു. ഇനി അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്ക് വേണ്ട, എന്തെങ്കിലും ആകട്ടെ, അവൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, പൊയ്ക്കോളാം. മേഘ സമ്മതം കൊടുക്കുന്നതിൻ്റെ പ്രകാരം മഞ്ജു ആണെങ്കിൽ അങ്ങ് പോകുന്നു. മേഘ സമ്മതം കൊടുത്തില്ലെങ്കിലും മഞ്ജു പോവും, അത് വേറെ കാര്യം. മഞ്ജു പോയതിന് ശേഷം സീമന്തിനി അമ്മായി മേഘനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിന്നെപ്പോലൊരു മണ്ടനെ അവൾ പറയുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ വിശ്വസിക്കൂ. അവൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അമ്മ എന്തൊരു വർത്താനമായി പറയുന്നത്? സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി പോകുന്നത് കണ്ടില്ലേ? ക്ഷേത്രത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അന്നേരം സീമന്തിനി പറയുന്നുണ്ട്, അവളുടെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിൽ അവളെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. കുറേ നാളുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് നിന്നോട് യാതൊരു സ്നേഹവും ഇല്ല. അങ്ങനെയൊന്നും അല്ലെന്ന് നീ എന്നോട് തർക്കിച്ച് പറയുമൊന്നും വേണ്ട. ഞാനൊരു അമ്മയാ, എനിക്ക് കണ്ടാൽ മനസ്സിലാകും. അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും കയറി പറ്റിയിട്ടുണ്ടോയെന്നാണ് എനിക്ക് സംശയം. അമ്മ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഇതൊന്നും അവൾ കേൾക്കെ പറയരുത്. ഇനി അത് മതി നിങ്ങൾ തങ്ങളി വീണ്ടും വഴക്കുണ്ടാവാൻ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ വഴക്കില്ലാത്തതെന്ന് സീമന്തിനി ചോദിച്ചിട്ടങ്ങ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ സീമന്തിനി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് മേഘനും തോന്നി തുടങ്ങുന്നു. കാരണം മേഘൻ അറിയാമല്ലോ, കുറേ നാളായിട്ട് ഒരു വ്രതത്തിൻ്റെ പേരിൽ തന്നെ റൂമിലേക്ക് പോലും അടുപ്പിക്കുന്നില്ല മഞ്ജു. തനിക്ക് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകണ്ടല്ലോ. എന്തായാലും അമ്മ പറഞ്ഞത് പ്രകാരം ഒന്ന് പിന്നാലെ പോയി നോക്കാമെന്ന് അയാളും തീരുമാനിക്കുന്നുണ്ട്. അതേസമയം മഞ്ജു ആണെങ്കിൽ സാഗർ സമ്മാനിച്ച സാരിയൊക്കെ ഉടുത്ത് ക്ഷേത്രത്തിൽ ചെല്ലുന്നത് കണ്ടിട്ട് സാഗറിന് ഭയങ്കര സന്തോഷമാകുന്നു. കാരണം തന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പ്രകാരമാണ് സാഗർ കൊടുത്ത സാരി തന്നെ അവൾ ഉടുത്തിരിക്കുന്നതെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഒരാൾ ഒരു സമ്മാനം തന്നു കഴിഞ്ഞാൽ അത് നിരസിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ സാഗറിന് സന്തോഷമായില്ലേ? സാഗർ പറഞ്ഞത് പ്രകാരമാണ് ഇന്ന് ക്ഷേത്രത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. മാത്രമല്ല സാഗർ ഓണത്തിന് സമ്മാനിച്ച സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. അത്രയൊക്കെ പോരെ എന്നൊക്കെ പറയുന്ന സമയത്ത് സാഗറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു താൻ കൊടുത്ത സമ്മാനം സ്വീകരിച്ചിരിക്കുന്നു. അവൾക്ക് തന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായതിൻ്റെ പേരിൽ അല്ലേ താൻ കൊടുത്ത സാരിയൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതേസമയം ക്ഷേത്രത്തിലെ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ വെച്ച് സാഗർ വീണ്ടും മഞ്ജുവിന് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്ന വാക്കാണ്. നാളെ ഒരു സമയത്ത് സ്വത്തോ പണമോ ഒന്നും കുറഞ്ഞു പോയതിൻ്റെ പേരിൽ മഞ്ജുവിനെ ഞാൻ വിഷമിപ്പിക്കത്തെയോ വേദനിപ്പിക്കത്തെയോ ഇല്ല. കണ്ണൻ്റെ ഒരു സ്വത്തുക്കൾ കിട്ടിയില്ലെങ്കിലും മഞ്ജു മാത്രം മതി എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ വാക്ക് കൊടുക്കുന്നത് കേട്ടിട്ട് മഞ്ജുവിന് ഒരല്പം പ്രതീക്ഷ പോലെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന് ശരിക്കും സാഗറിനോട് സ്നേഹമൊന്നും തോന്നി തുടങ്ങിയിട്ടില്ല. ഒരു തവണ അബദ്ധം പറ്റിയിട്ടുള്ള പെൺകുട്ടി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. അതേ സമയത്ത്
ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന മേഘനോട് വാമദേവൻ വന്ന് ചോദിക്കുന്നു, നീ ഇത്ര തിടുക്കപ്പെട്ട് രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചച്ചാ. ക്ഷേത്രത്തിലേക്ക് പോകാനോ? ദൈവവിശ്വാസമൊക്കെ തുടങ്ങിയോ? നല്ലതാ. ഇന്നത്തോടെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ ഞാനങ്ങ് തീർത്തിരിക്കും. എന്നിട്ട് ഉണ്ണിയും വാമനും കൂടി എടുത്തിരിക്കുന്ന ആ പ്ലാനും, മുമ്പൊരു പങ്കുകാരനുണ്ടായിരുന്നല്ലോ കമ്പിയും മണലും സിമെൻറ്റും ഒക്കെ മോഷ്ടിക്കുന്നതിലുള്ള, അയാളെ കൂട്ടുചേർന്ന് മഹാലക്ഷ്മിയെ കൊല്ലാൻ എടുത്തിരിക്കുന്ന ആ ഒരു ഐഡിയയെക്കുറിച്ചൊക്കെ മേഘനോട് പറയുമ്പോൾ, എനിക്കിപ്പോൾ ഇതിലൊന്നും ഒരു പ്രതീക്ഷയില്ല അച്ഛാ. ആദ്യം കാര്യം നടക്കട്ടെ, എന്നതിന് ശേഷം മാത്രമേ ഞാൻ സന്തോഷിക്കുന്നുള്ളൂ എന്ന് മേഘം പറയുന്നു. അത് കേട്ടിട്ട് വാമദേവൻ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ 100% വിജയിച്ചിരിക്കുമെന്ന്. അതേസമയം മഞ്ജുവും സാഗറും പരസ്പരം മീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാളും തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. ആദ്യം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകാൻ വരുന്നത് നമ്മുടെ സാഗർ തന്നെയാണ്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ മഹാലക്ഷ്മി മറ്റൊരു സ്ത്രീയായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് സാഗർ ആകെ അങ്ങ് ഷോക്കാവുന്നു. മഞ്ജുവിനെയും തന്നെയും ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും കാര്യം സംശയം തോന്നും. അത് കണ്ണനോട് ചെന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മഞ്ജുവിനെ പറഞ്ഞു തിരുത്തുമെന്നുള്ള പേടിയാണ് സാഗറിനെ അലട്ടുന്നത്. കാരണം സാഗറിനെ മഹാലക്ഷ്മിക്കും കണ്ണനും യാതൊരു വിശ്വാസവുമില്ല. തൻ്റെ വിവാഹത്തിന് ശേഷം മാത്രം ഈ ബന്ധത്തെക്കുറിച്ച് അവരറിഞ്ഞാൽ മതിയെന്നാണ് സാഗറിൻ്റെ ഇഷ്ടം. അല്ലെങ്കിൽ മഞ്ജുവിനെ പറഞ്ഞ് തിരുത്തുമോ എന്നുള്ള പേടി അയാളെ അലട്ടുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കണ്ണ് കാണാതെ എങ്ങോട്ടോ മറഞ്ഞു നിൽക്കുന്നുണ്ട് സാഗർ. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മഞ്ജു മേഘൻ്റെ വണ്ടി കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മഞ്ജുവിനെ മാത്രമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് മേഘം കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നവുമില്ല. അവൾ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ചോളും. സാഗറിനെയും കൂടി കണ്ടുമുട്ടുവാണെങ്കിൽ അയാളുടെ മനസ്സിൽ ചിലപ്പം സംശയങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ചാൻസ് ഇല്ല. കാരണം മഹാലക്ഷ്മിയും കൂടെ ക്ഷേത്രത്തിലുണ്ടായതുകൊണ്ട് മഹാലക്ഷ്മിയെ കാണാനായിട്ടാണ് മഞ്ജു കള്ളം പറഞ്ഞ് വന്നിരിക്കുന്നതെന്ന് മേഘൻ തെറ്റിദ്ധരിക്കും. മഹാലക്ഷ്മിയാണ് താനും മഞ്ജുവും തമ്മിലുള്ള ജീവിതത്തിലേക്ക് വിലങ്ങുതടിയായിട്ട് അവളെ ഓരോന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നുള്ള സംശയത്തിൽ മഹാലക്ഷ്മിയോടുള്ള വിരോധം മേഘന് കൂടത്തേ ഉള്ളൂ. അപ്പോൾ കാത്തിരിക്കാൻ എന്താകുമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.